ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ ഫലമായി ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ വലിയ പുരോഗതിയുണ്ടായിട്ടുണ്ടെന്ന് നെതർലൻഡ്സിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഗാസയിൽ നിന്ന് വളരെ നല്ല വാർത്തകൾ ലഭിക്കുമെന്ന് താൻ കരുതുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണങ്ങൾ ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതാണ് ടെഹ്റാനെ വെടിനിർത്തലിന് നിർബന്ധിതരാക്കിയതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി. ഇസ്രായേലും ഇറാനും സംബന്ധിച്ച വെടിനിർത്തൽ തുല്യമായ ഒരു കരാറായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനിൽ നിന്ന് ഇസ്രായേലിന് വളരെ ശക്തമായ ആക്രമണമാണ് 2 ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലെ ധാരാളം കെട്ടിടങ്ങൾ നശിപ്പിച്ചതായും ട്രംപ് പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇറാനെതിരെ വലിയ ആക്രമണങ്ങൾ നടത്താതിരുന്നതിന് ട്രംപ് ഇസ്രായേലിനെ പ്രശംസിക്കുകയും ചെയ്തു. ഇസ്രായേലിനെക്കുറിച്ച് വളരെ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ ട്രംപ് ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന ഇസ്രായേലിന്റെ വാദം ശരിയാണെന്നും പറഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് ആവശ്യമായ സൗകര്യം ഇല്ലാതായെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി ഓപ്പറേഷന് മുമ്പുള്ളതിനേക്കാൾ വളരെ പിന്നോട്ട് പോയെന്നും മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.